എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 4ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ബേസിക്കായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യം എന്താണ് ഒരു മാർക്കറ്റ്, എന്താണ് കൺസംഷൻ, ആരാണ് ഒരു കൺസ്യൂമർ, ഈ കൺസപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ബേസിക് ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന കാര്യം കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കാര്യമാണ്. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, അതായത് ദ കസ്റ്റമർ ഗെറ്റ്സ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ കസ്റ്റമറിന് അല്ലെങ്കിൽ കൺസ്യൂമറിന് നമ്മൾക്ക് ഒരു സംഗതി ആവശ്യമുണ്ട്, ആ സാധനം നമ്മൾ പോയി വാങ്ങി, അല്ലെങ്കിൽ നമുക്കൊരു സർവീസ് ആവശ്യമുണ്ട്, ഞാൻ ആ സർവീസ് പോയി വാങ്ങി, ആ വാങ്ങി ഉപയോഗിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? സാറ്റിസ്ഫാക്ഷൻ, അതായത് എനിക്കൊരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അതായത് ഇപ്പോൾ എനിക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് നല്ല വിശപ്പുണ്ട്, അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ആ വിശപ്പ് ഞാൻ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ വിശപ്പ് മാറി, അല്ലെങ്കിൽ എന്തായിരിക്കണം, എനിക്ക് അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എനിക്ക് നല്ല ഇഷ്ടമായാൽ മാത്രമാണ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി, ഞാൻ ആ ഭക്ഷണം വാങ്ങിയതുകൊണ്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു, ആ ലാപ്ടോപ്പ് എനിക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, അത് കേടൊന്നും വന്നില്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കോഴ്സ്, ഒരു എഡ്യൂക്കേഷണൽ സർവീസ് വാങ്ങിച്ചു, എനിക്കത് വാങ്ങി എനിക്ക് വേണ്ട അവർ പറഞ്ഞ പോലെ ജോലി ഒക്കെ കിട്ടി, അങ്ങനെയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കസ്റ്റമർ ഒരു സംഗതി, ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് വാങ്ങിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ, ആ ആവശ്യങ്ങൾ നടക്കുന്നത് വഴി അവർ സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടിയിട്ടാണ്. ക്യാൻ ദിസ് കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ബി മെഷേർഡ് ആൻഡ് ക്വാണ്ടിഫൈഡ്? നമുക്ക് ഈ സാറ്റിസ്ഫാക്ഷനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ അളക്കാൻ വേണ്ടി പറ്റുമോ, ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ, എണ്ണാൻ വേണ്ടി പറ്റുമോ? നമുക്ക് സാധാരണ അറിയാം, ഒരു മനുഷ്യൻ്റെ സന്തോഷം, ഒരു മനുഷ്യൻ്റെ സംതൃപ്തി, അല്ലേ, ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും, ഒരാളുടെ സത്യസന്ധത, ഹോണസ്റ്റി, ഒരാളുടെ സങ്കടം, അല്ലേ, ഒരാളുടെ ഇഷ്ടം, ഇതൊക്കെ നമുക്ക് അളക്കാൻ വേണ്ടി പറ്റുമോ, മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുമോ, ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എൻ്റെ ഉള്ളിൽ എത്രത്തോളം ഉണ്ട് അത് എന്നുള്ളത് നമുക്ക് അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. വി നോ ദാറ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ്, ബട്ട് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ മാത്തമാറ്റിക്കലി ബിക്കോസ് ഇറ്റ് ഈസ് സബ്ജക്റ്റീവ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് പേഴ്സൺസ് മെൻ്റൽ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, നമുക്ക് ഈ സാറ്റിസ്ഫാക്ഷനെ ഒന്നും, ഹാപ്പിനെസ്സിനെ ഒന്നും നമുക്ക് അളക്കാനായിട്ട് പറ്റില്ല. നമുക്ക് അളന്ന് ഇത്ര കിലോ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇത്ര ലിറ്റർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നോ ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാര്യം അത് വളരെ സബ്ജക്റ്റീവാണ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് പേഴ്സൺസ് മെൻ്റൽ സ്റ്റേറ്റ്. സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും അനുസൃതമായിട്ടാണ്. ഒരാളുടെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ല വേറൊരാളുടെ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, മാത്രമല്ല അത് ഓരോരുത്തരുടെ മാനസിക സാഹചര്യം. ഒരാൾ ചിലപ്പം മെൻ്റലി നല്ല ഹാപ്പി ആണെങ്കിൽ അയാൾക്ക് എല്ലാം ഹാപ്പിയായി തോന്നും. ഒരാൾ മെൻ്റലി ഡൗൺ ആണെങ്കിൽ അപ്പോൾ എത്ര നല്ല കാര്യം കൊടുത്താലും അയാൾക്ക് അത് അത്രത്തോളം ഇഷ്ടമായിട്ട് തോന്നണമെന്ന് നിർബന്ധമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റിയുടെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ലക്ഷ്യമെന്ന് പറയുന്നത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനാണ്. ഓക്കെ, എന്താണ് ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ പറയുന്നില്ല, എങ്കിലും ഞാനൊന്ന് പറഞ്ഞുതരാം. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒന്ന്, രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രോസസ്സ്, മൂന്നാമത്തെ പ്രോസസ്സ് കൺസംഷൻ എന്ന് പറയുന്ന പോയിൻ്റ്, കൺസംഷൻ. അപ്പോൾ ഇങ്ങനെ 3 ആക്ടിവിറ്റികളെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഞാനൊരു ചെരുപ്പുണ്ടാക്കുന്ന കമ്പനിയെ പറ്റി പറയാം. ചെരുപ്പുണ്ടാക്കുന്ന ഒരു മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി, അവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കമ്പനിയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? ഈ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ വാങ്ങിക്കും. കടക്കാർ, സാധാരണ റീറ്റെയിൽ ഷോപ്പുകാർ ഇത് വാങ്ങിക്കും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇത് ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാർ എക്സ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ പല കടകളിലേക്ക് ഇതെത്തുന്നു. അതിനാണ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ കമ്പനി ഉണ്ടാക്കിയ ഒരു വില ഉണ്ടായിരിക്കും, ആ വിലയ്ക്ക് ഇത് കടക്കാർക്ക് കൊടുക്കും. കടക്കാർ അതിനേക്കാൾ കുറച്ചും കൂടെ വില കൂട്ടിയിട്ട് എന്ത് ചെയ്യും? കൺസംഷൻ ചെയ്യും.
അത് വിൽക്കും. അപ്പോൾ ഇതിൽ അവസാനത്തെ ആളാണ് ആര്? കൺസംഷൻ എന്ന് പറയുന്ന ആൾ, അതായത് വാങ്ങിക്കുക എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ചെരുപ്പ് കമ്പനി ഇത് ചെരുപ്പുകൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ആളുകൾ വാങ്ങിക്കണം എന്നുള്ള ഉദ്ദേശത്തോടാണ്. ആളുകൾ ഇത് വാങ്ങിയിട്ടില്ലെങ്കിലോ കാര്യമില്ല. ഓരോ കടക്കാരും ഈ ചെരുപ്പ് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആളുകൾ വാങ്ങിക്കണമെന്നതാണ്. അപ്പോൾ ആളുകൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ കടയിൽ കച്ചവടം ഉണ്ടാവില്ല. അപ്പം പ്രൊഡക്ഷൻ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്? കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി കൺസംഷൻ എന്ന് പറഞ്ഞ കാര്യം എന്താണ് മെയിനായിട്ട് നടക്കുന്നത്? നിങ്ങൾ ഈ ചെരുപ്പ് വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾ പിന്നീട് അതേ ചെരുപ്പ് അല്ലെങ്കിൽ അതേ കമ്പനി ചൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതേ കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുകയുള്ളൂ. അത് നിങ്ങൾ വേറൊരാളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുള്ളൂ, ഈ കമ്പനിയിലെ ചെരുപ്പ് നല്ലതാണ്, അല്ലെങ്കിൽ ആ കടയിലെ ചെരുപ്പ് നല്ലതാണ്, അവിടെ പോയി വാങ്ങിച്ചോന്ന്. അപ്പോൾ പ്രൊഡക്ഷൻ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും കൺസംഷൻ ആണെങ്കിലും ഒക്കെ, അതായത് ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റിയും എന്തിനിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്? കൺസ്യൂമേഴ്സിൻ്റെ എന്തിൽ ഡിപ്പെൻഡ് ചെയ്യാണ്? സാറ്റിസ്ഫാക്ഷനിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, സാറ്റിസ്ഫാക്ഷനിൽ. അപ്പോൾ കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ് ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റിയും നടക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ നടത്തുന്നവർക്കും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നവർക്കൊക്കെ കൺസ്യൂമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ കണ്ടെത്തണ്ടേ? അപ്പോൾ അതാണ് പറഞ്ഞത്, കൺസ്യൂമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്തുക പ്രയാസമാണ്. കാര്യം ഓരോരുത്തരുടെ സബ്ജക്റ്റീവ് കാര്യമാണ്, ഓരോരുത്തരുടെ ഉള്ളിലുള്ള കാര്യമാണ്, ഓരോരുത്തരുടെ മെൻ്റൽ സ്റ്റേറ്റ് അനുസരിച്ചിട്ട് അത് മാറാം. ഓക്കെ, അപ്പോൾ ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കാര്യത്തെ നമുക്ക് മാത്തമാറ്റിക്കലി മെഷർ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്തമാറ്റിക്കലി എണ്ണി തിട്ടപ്പെടുത്തുക, എനിക്ക് ഇത്ര കിലോ സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ഇത്ര കിലോ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഇത്ര ലിറ്റർ സന്തോഷമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തുക പ്രയാസമാണ്. പക്ഷേ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമാണ്, മാത്തമാറ്റിക്കലി നമ്മൾ മെഷർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് however, if we want to know the dynamics of satisfaction, we need to quantify it. അപ്പോൾ നമുക്ക് ഇത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് ഈ സാറ്റിസ്ഫാക്ഷൻ ആളുകൾക്ക് കിട്ടുന്നുണ്ടോ, ആ ഡൈനാമിക്സ് അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇത് അളന്നേ പറ്റൂ. അപ്പോൾ ഇത് അളക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരാൾ ഒരു ശ്രമം നടത്തി. അയാളുടെ പേരാണ് ആൽഫ്രഡ് മാർഷൽ. അപ്പം ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക, ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ആളുടെ പേര് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ്രഡ് മാർഷൽ കൺസ്യൂമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. അത് ശരിക്കും പോസിബിൾ അല്ല, പക്ഷേ ഇയാൾ ഒരു ശ്രമം നടത്തി. അപ്പോൾ ആൽഫ്രഡ് മാർഷൽ വാസ് ദ ഫസ്റ്റ് എക്കണോമിസ്റ്റ് ടു മേക്ക് ആൻ അറ്റംപ്റ്റ് അറ്റ് സച്ച് എ ക്വാണ്ടിഫിക്കേഷൻ. അതായത് കൺസ്യൂമേഴ്സിൻ്റെ സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ, ഓരോ പ്രൊഡക്റ്റ് വാങ്ങുന്നതിലുള്ള സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ വേണ്ടി, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തിയത്, അത് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു അറ്റംപ്റ്റ് നടത്തിയത് ഒരു എക്കണോമിസ്റ്റാണ്. ആ എക്കണോമിസ്റ്റിൻ്റെ പേരാണ് ആൽഫ്രഡ് മാർഷൽ. The satisfaction gained through consumption can be considered as the utility of goods and services. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്, നോട്ട് ചെയ്ത് വെക്കണം, യൂട്ടിലിറ്റി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ സാറ്റിസ്ഫാക്ഷൻ ഗെയിൻഡ് ത്രൂ കൺസംഷൻ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ യൂട്ടിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങളൊരു സാധനം വാങ്ങിച്ചു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ചെരുപ്പ് ആവശ്യമുണ്ടായിരുന്നു, ഞാൻ ആ ചെരുപ്പ് വാങ്ങിച്ചു. ഞാൻ ചെരുപ്പ് വാങ്ങിച്ചപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ എന്താണ്, എന്നെ സാറ്റിസ്ഫൈഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ ചെരുപ്പിന് സാധിച്ചല്ലോ. അപ്പോൾ ആ ചെരുപ്പിൻ്റെ യൂട്ടിലിറ്റിയാണ് എന്നെക്കൊണ്ടത് സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്ഷൻ നടത്തുന്നതിലൂടെ, ഒരു സാധനം വാങ്ങിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരു സർവീസ് വാങ്ങിക്കുന്നതിലൂടെ ഒരു കൺസ്യൂമറിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയും. ഈ ചെരുപ്പ് വേറൊരാൾ വാങ്ങിച്ചപ്പോൾ അയാൾക്ക് അത്രത്തോളം ഇഷ്ടമായില്ല, അയാളുടെ സാറ്റിസ്ഫാക്ഷൻ കുറവാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ യൂട്ടിലിറ്റി എന്താണ്? കുറവാണ്. എനിക്കത് വളരെ സന്തോഷമായി, എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ പ്രൊഡക്റ്റിൻ്റെ യൂട്ടിലിറ്റി എന്താണ്? വളരെ കൂടുതലാണ്. അപ്പോൾ ബേസിക്കലി ഈ സാറ്റിസ്ഫാക്ഷനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്?
യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് യൂട്ടിലിറ്റി എന്ന് നമുക്ക് നോക്കി നോക്കാം. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് യൂട്ടിലിറ്റി പറയുകയാണ്, പരീക്ഷയ്ക്ക് ചോദ്യം വരും. യൂട്ടിലിറ്റി ഈസ് ദ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ഓർ ഗുഡ്. ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു ചരക്കിന് അല്ലെങ്കിൽ ഒരു സർവീസിനൊക്കെ നമ്മുടെ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യിക്കാനുള്ള പവറുണ്ട്. അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾ യൂട്ടിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്ടിലിറ്റി ഈസ് ദ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ഓർ ഗുഡ്. ഇപ്പോൾ എനിക്ക് എന്താണ് ഒരു പേന വേണം. എൻ്റെ പേന, എനിക്കൊരു പരീക്ഷയുണ്ട്. എനിക്ക് ആ പരീക്ഷയ്ക്ക് ഞാൻ എത്തിയപ്പോഴാണ് ആലോചിച്ചത് എൻ്റെ പേന നിറം പിടിക്കുന്നില്ല. അപ്പോൾ ഞാനൊരു പേന പോയി വാങ്ങിച്ചു. ആ പേന വാങ്ങിച്ചപ്പോൾ എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷനായി. കാര്യം എൻ്റെ ആവശ്യം അത്രത്തോളം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനുള്ള ഒരു പവർ ആ പേനയ്ക്കില്ലേ. അതുകൊണ്ട് ആ പേനയുടെ യൂട്ടിലിറ്റി വളരെ കൂടുതലാണെന്ന് പറയാം. എന്നാൽ വേറൊരാൾ, അയാളുടെ അതേ എക്സാമിന് വന്ന ഒരാൾ, അയാളുടെ കയ്യിൽ ഓൾറെഡി ഒരു പേനയുണ്ട്. അയാൾ വേറൊരു, ഇനി ഈ പേന, അയാൾ ഉപയോഗിക്കുന്ന പേന ഒന്ന് കേടാവേണ്ട എന്ന് കരുതിയിട്ട് ഒരു പേന കൂടി എക്സ്ട്രാ വാങ്ങുകയാണ്. അപ്പോൾ അയാൾക്കും ആ പേന വാങ്ങുന്നതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷേ എൻ്റെ അത്രത്തോളം, ആദ്യത്തെ ആളുടെ അത്രത്തോളം ആവശ്യകത രണ്ടാമത്തെ ആൾക്കുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അയാളെ സംബന്ധിച്ചിട്ട് ആ പേനയുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ചിലപ്പം എന്നെ സംബന്ധിച്ചിട്ടുള്ളതിനേക്കാൾ കുറവായിരിക്കാം. എനിവേ, ഒരു ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ ഒരു പ്രൊഡക്റ്റിന്, ഒരു കമ്മോഡിറ്റിക്ക് അല്ലെങ്കിൽ ഗുഡിന്, ഒരു സർവീസിന് സാധിക്കുന്നുണ്ടെങ്കിൽ ആ സാറ്റിസ്ഫൈയിങ് പവറിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. വി ക്യാൻ മെഷർ ദിസ് യൂട്ടിലിറ്റി ബൈ യൂസിങ് ദ യൂണിറ്റ് ഓഫ് യൂട്ടിൽസ്. അപ്പോൾ യൂട്ടിലിറ്റി എന്താണെന്ന് കണ്ടു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടേമാണ് യൂട്ടിൽസ്. പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് യൂട്ടിൽസ് എന്ന്. യൂട്ടിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിറ്റ്, അതായത് യൂട്ടിലിറ്റിയുടെ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്, യൂട്ടിൽസ് എന്ന് പറയുന്നത്. ദ യൂണിറ്റ് ഓഫ് വി ക്യാൻ മെഷർ ദിസ് യൂട്ടിലിറ്റി ബൈ യൂസിങ് ദ യൂണിറ്റ് ഓഫ് യൂട്ടിൽസ്. യൂണിറ്റ്, ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യൂട്ടിൽസ് എന്ന് പറഞ്ഞ വാക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു യൂട്ടിലിറ്റി ഉണ്ട് ഓരോ പ്രൊഡക്റ്റിനും. നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടി, നമ്മുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടി ഓരോ പ്രൊഡക്റ്റിനും പറ്റുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും യൂട്ടിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ യൂട്ടിലിറ്റി സാറ്റിസ്ഫാക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് പറയാൻ വേണ്ടി ഒരു യൂണിറ്റ് വേണ്ടേ? എനിക്ക് 1 കിലോ അല്ലെങ്കിൽ എനിക്ക് 1 ലിറ്റർ സാറ്റിസ്ഫാക്ഷൻ കിട്ടി അല്ലെങ്കിൽ യൂട്ടിലിറ്റി കിട്ടി എന്നാണോ നമ്മൾ പറയുക? ഇല്ല. അപ്പോൾ നമ്മൾ കിലോഗ്രാം, ലിറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ, മീറ്റർ, അതൊന്നുമല്ല നമ്മൾ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിൻ്റെ പേരാണ് യൂട്ടിൽസ്. അപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും എനിക്ക് ഇത്ര യൂട്ടിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം, എത്ര യൂട്ടിലിറ്റി കിട്ടി നിങ്ങൾക്ക്, നിങ്ങൾ ആ സാധനം വാങ്ങിച്ചപ്പോൾ നിങ്ങൾക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇത്ര യൂട്ടിൽസ്, ഒരു 100 യൂട്ടിൽസ് എനിക്ക് കിട്ടി, അല്ലെങ്കിൽ എനിക്കൊരു 50 യൂട്ടിൽസാണ് കിട്ടിയത് എന്ന് പറയും. അങ്ങനെ നമുക്ക് നമ്പറിലേക്ക്, മാത്തമാറ്റിക്കൽ നമ്പറിലേക്ക് നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ അല്ലെങ്കിൽ യൂട്ടിലിറ്റിയെ നമുക്ക് പറയാൻ ഇത്ര യൂട്ടിൽസ് കിട്ടി, ഇത്ര യൂട്ടിൽസ് കിട്ടി. ഇപ്പോൾ ഞാൻ ആദ്യത്തെ പേന വാങ്ങിച്ച ഒരാൾ, അയാൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് 100 യൂട്ടിൽസ് കിട്ടിയെന്ന് പറയും. രണ്ടാമത്തെ ആൾ പേന വാങ്ങിച്ചപ്പോൾ അയാൾ പറയാണ് എനിക്കൊരു 50 യൂട്ടിൽസാണ് കിട്ടിയതെന്ന് പറയും. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ യൂട്ടിലിറ്റിയെ, ഓരോ കസ്റ്റമറുടെയും സാറ്റിസ്ഫാക്ഷൻ ലെവലിനെ നമുക്കിങ്ങനെ എണ്ണാൻ പറ്റുന്നില്ലേ? അങ്ങനെ നമുക്ക് സാറ്റിസ്ഫാക്ഷനെ യൂട്ടിൽസ് വഴി, അഥവാ യൂട്ടിലിറ്റിയെ നമുക്ക് യൂട്ടിൽസ് വഴി എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി പറ്റും, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്. ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത് ഈ കാര്യങ്ങൾ ഒരു തിയറി വഴിയാണ്. ആ തിയറിയുടെ പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്ന ഒരു തിയറി പ്രകാരമാണ് ആൽഫ്രഡ് മാർഷൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ സാറ്റിസ്ഫാക്ഷൻ derived by the consumer through the consumption of goods and services can be quantified by using cardinal numbers. ഇദ്ദേഹം ചില കാർഡിനൽ നമ്പേഴ്സ് പറയുന്നുണ്ട്, ചില നമ്പേഴ്സുകൾ പറയുന്നുണ്ട്. ഈ നമ്പേഴ്സ് പ്രകാരം നമുക്ക് ഇത്രയേ ഉള്ളൂ. കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ ആൽഫ്രഡ് മാർഷൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. The satisfaction derived by the consumer through the consumption of goods and services can be quantified by using cardinal numbers. നമുക്ക്
ഒരു സാധനം അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ വാങ്ങുന്നതിലൂടെ, കൺസ്യൂമർ വാങ്ങുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷനെ അല്ലെങ്കിൽ യൂട്ടിലിറ്റിയെ നമുക്ക് നമ്പേഴ്സ് പ്രകാരം, കാർഡിനൽ നമ്പേഴ്സ് എന്നൊക്കെയുള്ള ടേം ഒഴിവാക്കിയാൽ നമ്പേഴ്സ് പ്രകാരം നമുക്ക് നമ്പർ ഇട്ടിട്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് അളക്കാൻ വേണ്ടി പറ്റും. ഇതാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പറയുന്നത്. ഇതിനെ ഓപ്പോസ് ചെയ്തിട്ട് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി ഒക്കെ ഉണ്ട്. ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി പറയുന്നത് അങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത് സാറ്റിസ്ഫാക്ഷനെ നമുക്ക് അളക്കാൻ വേണ്ടി പറ്റും എന്നതാണ്. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി ഇതാണ്. ആരാണ് കൊണ്ടുവന്നത്? ആൽഫ്രഡ് മാർഷലാണ്. ചേഞ്ചസ് ഇൻ യൂട്ടിലിറ്റി ക്യാൻ ഇൻഫ്ലുവൻസ് ദ ചോയ്സ് ആൻഡ് കൺസംപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആൾക്കാർ ഇതിങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് യൂട്ടിലിറ്റി കൂടുതലായിരിക്കും, ചില ആൾക്കാർക്ക് കുറവായിരിക്കും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു സോപ്പ്, ആ സോപ്പ് ഞാൻ നിരന്തരം ഞാൻ വാങ്ങിക്കുന്നുണ്ട്, വേറെ പല ആൾക്കാരും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നല്ല യൂട്ടിലിറ്റി കിട്ടുന്നതുകൊണ്ടായിരിക്കും അത് കൂടുതൽ ആ സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ആ സോപ്പിന് നല്ല യൂട്ടിലിറ്റി, എല്ലാവരെയും നല്ല സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കഴിവുള്ളതുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാർ അത് വാങ്ങുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം വേറൊരു കമ്പനിയുടെ സോപ്പാണ് ആൾക്കാർ വാങ്ങുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്പർ ഓഫ് ആൾക്കാർ വാങ്ങിക്കുന്നവർ കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സോപ്പ് ഇപ്പോൾ വേറെ സോപ്പാണ് ആൾക്കാർ വാങ്ങുന്നത്. അതിനർത്ഥം എന്താ? നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രൊഡക്റ്റിനേക്കാൾ, ആ സോപ്പിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആർക്ക് നൽകാൻ പറ്റുന്നുണ്ട്? രണ്ടാമത്തെ സോപ്പിന് നൽകാൻ പറ്റുന്നുണ്ട്. അതായത് രണ്ടാമത്തെ സോപ്പിൻ്റെ യൂട്ടിലിറ്റി കൂടുതലാണ്, കൂടുതൽ ആൾക്കാർ അത് വാങ്ങുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് നമ്പേഴ്സ് പ്രകാരം കൂടുതൽ ആൾക്കാർ വാങ്ങുന്നതും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ വാങ്ങാതിരിക്കുന്നതും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്തിട്ട് സാധനങ്ങളുടെ ഒരു യൂട്ടിലിറ്റി നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ചോയ്സ്, ആൾക്കാർ ഏറ്റവും കൂടുതൽ വാങ്ങുന്നതും വാങ്ങാതിരിക്കുന്നതും നമുക്ക് നോക്കിയിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. To understand the change in utility when a good is consumed continuously over a given period of time, we need to know about the measures of utility. അപ്പം നമുക്ക് ഈ പറയുന്ന ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ വാങ്ങിക്കുകയെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു സോപ്പ് വാങ്ങാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു ഫുഡ് വാങ്ങാം, എനിക്കൊരു എന്താ പറയുക, ഞാനൊരു ആപ്പിൾ വാങ്ങാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയി. ഞാൻ ഒരു ഐസ്ക്രീം ഒന്ന് വാങ്ങിച്ചു, അപ്പോൾ തന്നെ ഞാൻ വീണ്ടും വാങ്ങിച്ചു, അപ്പോൾ തന്നെ ഞാൻ വീണ്ടും വാങ്ങിച്ചു. അങ്ങനെ ഞാൻ തുടർച്ചയായിട്ട് ഒരേ ഐസ്ക്രീം, ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരേ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ടൈമിൽ ഞാനിപ്പോൾ ഒരു കടയിൽ ചെന്നു, ഞാൻ ഒരേ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ സമയം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് എൻ്റെ സാറ്റിസ്ഫാക്ഷനിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, അല്ലെങ്കിൽ യൂട്ടിലിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ 2 മെഷേഴ്സ് ഓഫ് യൂട്ടിലിറ്റി യൂസ് ചെയ്യും. കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പറയുകയാണ്, ടു അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി വെൻ എ ഗുഡ് ഈസ് കൺസ്യൂംഡ് കണ്ടിന്യൂസ്ലി ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. നിങ്ങൾ ഒരു സമയം ഒരു പ്രൊഡക്റ്റ്, ഒരു ഗുഡ് കണ്ടിന്യൂസ്ലി കൺസ്യൂം ചെയ്യുകയാണ്, തുടർച്ചയായി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ യൂട്ടിലിറ്റിയിൽ, അതായത് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്ന ആ പ്രൊഡക്റ്റിൻ്റെ ആ കഴിവിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ, ചേഞ്ചസുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അളക്കണം. അതാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ പ്രധാനമായിട്ടും മെഷർ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം നിങ്ങളുടെ യൂട്ടിലിറ്റി, സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ മാറ്റം വരുന്നുണ്ട് നിങ്ങൾ ഒരേ സാധനം കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ. അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില മെഷർമെൻറ്റുകളുണ്ട്. അതാണ് നമ്മളിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്ന കാര്യം. ഒന്ന് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നൊരു കാര്യവും മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കാര്യവും. ഈ 2 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്റ്റ് നിരന്തരം വാങ്ങിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ മേലുള്ള യൂട്ടിലിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ 2 മെഷർമെൻറ്റുകളെ പറ്റിയിട്ട് പഠിക്കാം. ടോട്ടൽ യൂട്ടിലിറ്റിയെയും മാർജിനൽ യൂട്ടിലിറ്റിയെയും പറ്റിയിട്ട് പഠിക്കാം. എനിവേ, താങ്ക് യു സോ മച്ച്.